പരിജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് ജ്ഞാനത്തിനപ്പുറത്തുള്ള ഒരു ഇൻറ്റ്യൂട്ടീവ് നോളജാണ്. അത് ഭയങ്കര അപകടമാണ്. കാര്യം ഇൻറ്റ്യൂട്ടീവ് നോളജിൻ്റെ പേര് പറഞ്ഞാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ നോസ്റ്റിക്സുകളും മറ്റുള്ള ആളുകളും വന്നിട്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങളെല്ലാം സഭയിൽ കലർത്തിയത്. എന്നാൽ ഈ ഇൻറ്റ്യൂട്ടീവ് നോളജിനെ പൗലോസ് എതിർക്കുകയല്ല. ഇൻറ്റ്യൂട്ടീവ് നോളജിനെ അല്ലെങ്കിൽ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്, ജ്ഞാനത്തിനപ്പുറത്ത് ഇൻറ്റ്യൂഷനിൽ നിന്ന് ദൈവാത്മാവുമായുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപ്പാടിൻ്റെ എന്നുള്ള അർത്ഥം ചിന്തിച്ചാൽ മതി. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും, പരിജ്ഞാനത്തിന് പറയുന്നത് വെളിപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ് വാസ്തവത്തിൽ പരിജ്ഞാനം എന്ന് പറയുന്നത്. നോസിസ് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ നോസിസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഗ്നോസ്റ്റിക്സ് ഉണ്ടായത്. പക്ഷെ ആ വാക്ക് പോളിന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇതേപോലെ തന്നെ ഇൻറ്റ്യൂട്ടീവായിട്ട് ഒരു വ്യക്തിയിൽ ഇടപെടും എന്നുള്ളത് കൊണ്ടാണ് പോൾ ആ വാക്ക് ഉപേക്ഷിക്കാഞ്ഞത്. പക്ഷേ അതിനെ വികലമാക്കുന്ന ആളുകളുള്ളത് കൊണ്ട്, കള്ളനോട്ട് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് ആരെങ്കിലും നല്ല നോട്ട് വേണ്ടാന്ന് വെക്കുമോ? ഞാനിപ്പോൾ പറയുകയാണ്, ഞാൻ പൈസ രൂപ കൈകൊണ്ട് തൊടത്തില്ല. എന്തുകൊണ്ടാണ്? കള്ളനോട്ടെ തൊടാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ നോട്ടയിലേ തൊടത്തില്ലെന്ന് പറയുമോ? ഇല്ല, കള്ളനോട്ടുണ്ട്. പക്ഷെ കള്ളനോട്ടുണ്ടെന്നുള്ളത് കൊണ്ട് നല്ല നോട്ടുള്ള തൊടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ ഈ ഗ്നോസിസിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിഗൂഢ ജ്ഞാനത്തിൻ്റെ പേരിൽ, അങ്ങനെ തന്നെയാണ് അവരെ വിളിക്കുന്നത്, നോസ്റ്റിക്സ് വളരെ വികലമായ ക്രിസ്തീയ ഉപദേശങ്ങൾ സഭയിൽ കൊണ്ടുവന്നു എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് ജ്ഞാനം മാത്രമേ ഉള്ളൂ, പരിജ്ഞാനം എന്ന് പറഞ്ഞൊന്നും ഇല്ലാന്ന് പോളോ പിറ്റേ ദിവസം ഉപദേശം ഇറക്കിയില്ല. കാര്യം പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ വേർഡാണ്. അല്ലെങ്കിൽ അത് പരിജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. അതിനെ ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യുകയല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? കാര്യം ആ പരിജ്ഞാനം കൂടെ ആവശ്യമാണ്. എന്തിന്? ദൈവത്തിൻ്റെ വിളിയുടെ ആശ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിന് നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു ആശയുണ്ട്. എന്താ ആശ? എല്ലാവരെയും വിളിച്ചപ്പോൾ ദൈവത്തിനൊരു ആശയമുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആശയമുണ്ട്. ആ ആശ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വെളിപ്പാടൊന്നും ആവശ്യമില്ല, അത് വേദോസത്തിലുണ്ട്. എന്തിനാണ് നമ്മളെ വിളിച്ചതെന്നുള്ളത്. എല്ലാ മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നറിയാമോ? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്. വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക്, പ്രീഡെസ്റ്റൈൻഡ് എന്ന് പറയുന്ന വാക്ക്, അത് വെളിവാക്കുന്നത് നമ്മളൊരു വാച്ച് മേക്കർ ഉണ്ടാക്കുമ്പോൾ അതിനെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത് സമയം കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് ഓർണമെൻ്റായിട്ട് ഉപയോഗിക്കുന്നവർ കാണുമായിരിക്കും. പക്ഷേ വാച്ച് ഉണ്ടാക്കിയവൻ എന്തിനു വേണ്ടിയല്ല, ഇത് വളയാക്കാനല്ല വാച്ച് ഉണ്ടാക്കിയത്, സമയം കാണിക്കാൻ വേണ്ടിയാണ്. അത് വളയായിട്ട് ഇട്ടുകൊണ്ട് നടന്നാലും സമയം കാണിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇതുപോലെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നത് അവനെക്കുറിച്ചുള്ള പ്രീഡെസ്റ്റിനേഷനിലാണ്. എന്താണ് അവനെക്കുറിച്ചുള്ള പ്രീഡെസ്റ്റിനേഷൻ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം എന്നുള്ളതാണ്. അതറിയാൻ വെളിപ്പാട് വേണ്ട, അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട്, അല്ലെങ്കിൽ തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്നുള്ളതാണ്. വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അതിന് വെളിപ്പാട് വേണ്ട. പക്ഷേ എവിടെയാണ് നമ്മൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. എവിടെയാണ് ഞാൻ സുവിശേഷ വേല ചെയ്യേണ്ടത്? 1994 ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നതായ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് നോർത്ത് ഇന്ത്യക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ വടക്കേ ഇന്ത്യയിൽ എവിടെയാണ് ഞാൻ സുവിശേഷ വേല ചെയ്യേണ്ടതെന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? എൻ്റെ ചോദ്യം ഇല്ല. അത് എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആശയാണ്. ഓരോ വ്യക്തിയെയും വിളിക്കുമ്പോൾ ദൈവത്തിന് വ്യത്യസ്തമായ ആശയമുണ്ട്. നമ്മളുടെ മാനസാറിനെ വിളിച്ചപ്പോഴത്തേക്കുള്ള ആശയമല്ല എന്നെ വിളിക്കുമ്പോൾ ദൈവത്തിന് ഉള്ളത്. ഓരോ വ്യക്തികളെക്കുറിച്ചും ഉള്ള ആശ വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ചും. ഫ്രാൻസിസ് ബ്രദറിനെ വിളിച്ചപ്പോൾ ദൈവം എന്ത് ആണ് ആശിച്ചത്? അതല്ല ഒരു പക്ഷേ ജോസ് പാസ്റ്ററെ വിളിച്ചപ്പോഴത്തേക്ക് കർത്താവിൻ്റെ ആശയം എന്ന് പറയുന്നത്. വിൻസെൻറ്റിനെ വിളിച്ചപ്പോൾ ഉണ്ടായ ആശയമല്ല ഒരു പക്ഷേ ബൈജു പാസ്റ്ററെ വിളിച്ചപ്പോൾ ദൈവത്തിനുള്ളത്. ഓരോ വ്യക്തികളെയും വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേകമായ ആശയമുണ്ട്. ഈ ആശ, ആ പ്രത്യേകമായ ആശ, ജനറലായിട്ടുള്ള ആശ എന്താണെന്നുള്ളത്, ഗോഡ്സ് ഡിസയർ ഇൻ മൈ ലൈഫ് ആൻഡ് എവരിബഡീസ് ലൈഫ്. എൻ്റെയും എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിക്കുമ്പോഴുള്ള കോമൺ ഡിസയർ എന്താണെന്നുള്ളത് അറിയാൻ വെളിപ്പാട് വേണ്ട. കാര്യം അത് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈച്ച് ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്താണ് എന്നറിയാൻ എന്തുണ്ടെങ്കിലേ പറ്റൂ.
പരിജ്ഞാനം ഉണ്ടായാലേ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓരോ വ്യക്തികളെയും കുറിച്ച് ഇതേപോലെ തന്നെ ദൈവത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ആശയമുണ്ട്. എൻ്റെ മോളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നും കോളേജിൽ പഠിപ്പിക്കണമെന്നും ദൈവത്തിന് ആശയമുണ്ട്. എൻ്റെ മോള് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. വേറെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ പോകാൻ ഇല്ല എന്ന് വെച്ചുകൊണ്ട് അവളെ എവിടെങ്കിലും പഠിപ്പിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഓരോ കുഞ്ഞുങ്ങളും ഞാനും എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. അല്ലാതെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനൊന്നും അല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ദൈവം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം സംസാരിക്കുന്നത്, അത് വേറെ കാര്യം. ദൈവം ഒരുപക്ഷെ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എന്തും എൻ്റെ ഇഷ്ടമനുസരിച്ചോ യുക്തിക്കനുസരിച്ചോ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ബിക്കോസ് ഗോഡ് സ്പീക്സ് ടു മീ. എന്നോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമല്ല. സംസാരിക്കുന്നത് ആകാശത്തു നിന്ന് ശബ്ദം മുഴക്കിയോ മൈക്കിൽ കൂടെ ഒന്നും അല്ല. അതെൻ്റെ അന്തരാത്മാവിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അവിടെയാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഗോഡ് സ്പീക്സ് ടു മീ. ദൈവം പരിശുദ്ധാത്മാവ് നമ്മളോട് പൗലോസിനോട് സംസാരിച്ചില്ലേ? പൗലോസിനോട് സംസാരിച്ചാൽ പിന്നെ എന്നോട് എന്നാ സംസാരിക്കാതെ? അതോ പൗലോസിനോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ? ടെൽ മീ. അല്ല, നമ്മോട് ഓരോരുത്തരോടും ദൈവം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ രാത്രിയിൽ സ്വപ്നം കാണാനൊന്നും കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ യുവർ സ്പിരിറ്റ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്നുള്ള വാക്ക് വരുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, നിങ്ങളുടെ ഇന്നർ ലൈറ്റ്. ആ ഹൃദയദൃഷ്ടി എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? അതാണ് ഞാൻ രാവിലെ പറഞ്ഞ ഒരു വാക്ക്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു കൂട്ടിമുട്ടൽ. നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഇലക്ട്രിസിറ്റി വന്ന് മുട്ടുമ്പോൾ ബൾബ് കത്തുന്നത് പോലെ. ഫ്യൂഷൻ എന്ന വാക്ക് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കുക. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നായി തീരുന്ന ഒരു സ്റ്റേജ് എന്നുള്ള ഒരു നിലയിൽ ഒരു പക്ഷേ ഉപയോഗിച്ചേക്കാം. ഞാനും ദൈവം ഒന്നും ഒരിക്കലും ഒന്നാകത്തൊന്നുമില്ല. അതാണ് വേദപുസ്തകത്തിൻ്റെ തത്വം. ബിക്കോസ് ഗോഡ് ഈസ് ഗോഡ് ആൻഡ് ഐ ആം ഡിഫറെൻറ്റ്. അത് അഹം ബ്രഹ്മാസ്മി അല്ല, അല്ലെങ്കിൽ തത്വമസി അല്ല, ഞാനും നീ ഒന്നാകുന്നതല്ല. ഏറ്റവും ഒടുവിൽ ഞാനും ദൈവം കൊണ്ട് ഒരുമിച്ച് ലയിച്ച് ഒരു നദിയിലേക്ക് സമുദ്രത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോകുന്നത് പോലെ എന്നുള്ള ഇന്ത്യൻ ഫിലോസഫി അല്ല വേദപുസ്തകത്തിൻ്റെ തത്വം. നിത്യതയിലും ദൈവവും ഞാനുമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിത്യതയും ഞാൻ എന്ത് ചെയ്യുകയല്ല, ദൈവത്തിൽ അങ്ങ് അലിഞ്ഞു ചേരുകയൊന്നുമല്ല. ആ ഫിലോസഫി അല്ല, അതല്ല വേദപുസ്തകത്തിൻ്റെ തത്വം. വേദപുസ്തകത്തിൻ്റെ തത്വത്തിൻ്റെ വിരുദ്ധമായിട്ട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു വാക്കിനകത്ത് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. പക്ഷേ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. അന്നേരമാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 Corinthians chapter 2 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ദ സ്പിരിറ്റ് സെർച്ചസ്. 1 കൊരിന്ത്യരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും തിരിച്ചറിയുന്നില്ല, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ദൈവത്തിലുള്ളത് എനിക്കറിയാൻ പറ്റത്തില്ല, എനിക്ക് മനുഷ്യനുള്ളത് മനുഷ്യനറിയാം, ദൈവത്തിലുള്ളത് ദൈവത്തിനറിയാം. പക്ഷെ അവിടെ അതല്ല അർത്ഥം. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നതാണ്. നമുക്ക് അറിവിനായി. ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്, അറിവിനായി. 1 Corinthians 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ. കൺഫ്യൂസ്ഡ് ആകരുത്. എൻ്റെ വാക്കുകളല്ല ഞാൻ ഈ വായിക്കുന്നത്, വേദപുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഉള്ള് ഞാൻ അറിയാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ആൻഡ് ദ സ്പിരിറ്റ് സെർച്ചസ് എവറിത്തിങ്, ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതായത് ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ്, നമ്മൾ മലയാള ഭാഷയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാനായിട്ട് ദൈവം എനിക്ക് അവൻ്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതൊക്കെ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി മുതൽ എൻ്റെ സ്നേഹിതന്മാരാണ്. ക്വേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ജോർജ് ഫോക്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ അനുയായികളായിരുന്നു ക്വേക്കേഴ്സ് എന്ന് അവരെ വിളിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമ്പം കുറച്ച് വിറയ്ക്കുമായിരുന്നു. അതാണ് ഇവരെ അങ്ങനെ വിളിക്കാനുള്ള കാരണം. ഒരു ദിവസം അദ്ദേഹത്തെ, ഈ ജോർജ് ഫോക്സിനെ ജഡ്ജി ഹെറസി ചുമത്തി
പിടിച്ചു നിർത്തി നീ എന്തോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കേണ്ടതാകുന്നത് ജഡ്ജിയോട് അങ്ങോട്ടൊരു വാക്ക്. ഉടനെ ജഡ്ജി പറഞ്ഞു, യു ആർ ദ ക്വൈക്കേഴ്സ്, നിങ്ങളാണ് വിറയന്മാർ എന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഇവരെ ക്വൈക്കേഴ്സ് എന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ അവരവരെ വിളിച്ചത് ക്വൈക്കേഴ്സ് എന്നല്ല, നാട്ടുകാർ വിളിച്ചത് വിറയ്ക്കുന്നവരെന്നാണ്. പക്ഷെ അവരവരെ വിളിച്ചത് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നാണ്, യേശുവിൻ്റെ സ്നേഹിതന്മാരുടെ സമൂഹം. അപ്പോൾ ആൾക്കാരെല്ലാം അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ യേശുവിൻ്റെ സ്നേഹിതന്മാരാകുന്നത്? ഇവർ പറഞ്ഞ ഉത്തരം, ബിക്കോസ് യേശു അവൻ്റെ ഹൃദയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹിതന്മാരാണ്. അങ്ങനെ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് യേശു തൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? കാര്യം നമുക്കാണെങ്കിൽ ആൾക്കാർ ചോദിക്കുമോ, എങ്ങനെ ബ്രദറെ ദൈവം സംസാരിക്കുന്നത്? ഇല്ലേ, എല്ലാവരും നമ്മളോട് ആളുകൾ ചോദിക്കുമല്ലോ, ദൈവം പറഞ്ഞു, ദൈവം ഈജിപ്തിന് പോലെ അങ്ങനെ അങ്ങ് പറയുമോ, ശബ്ദം വല്ലതും കേട്ടോ? ഇല്ലേ, നമ്മളോടും ചോദിക്കും. പക്ഷേ അവിടെ ജോർജ് ഫോക്സിൻ്റെ അനുയായികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ത്രൂ ആൻ ഇന്നർ ലൈറ്റ്, ആന്തരികമായ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം കൊണ്ടാണ് ഞങ്ങൾ എന്തറിയുന്നത്, ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാരണം അവൻ തൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു, അവൻ്റെ ഹൃദയം അവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാം, ദൈവത്തിൻ്റെ ഹൃദയം അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്യുകയാണ്? വെളിപ്പെടുത്തുകയാണ്. ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് ഞാൻ വെളിപ്പെടുത്താതിരിക്കുമോ? എന്തുകൊണ്ട്? ബിക്കോസ് ഞാനും നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത് കൊണ്ട് ദ സ്പിരിറ്റ് സെർച്ചസ് എവറിഥിങ്, ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആഴങ്ങളെയും നാം എന്ത് ചെയ്യുന്നു? ആരായുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മനസ്സിലാകത്തക്ക നിലയിലുള്ള ഒരു ആത്മജീവിതം ദൈവം നമുക്ക് നൽകുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം നമുക്കുണ്ടാകണം. എന്നാലേ അത് എന്താണ്? ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ പ്രാപിച്ചിട്ട്